അർദ്ധനാരീശ്വര, നീ ഞങ്ങളെ, നിന്റെ മക്കളെ നീ ഒന്ന് സഹായിക്കും. വയ്യാർന്നീ ജനമാഴിയിൽ പതിവിൻ മുന്നേ പരന്നൂഴിയിൽ വിശപ്പും ദാഹവും കൊണ്ട് പോർന്നിമുട്ടി ഈ മനുഷ്യർ ആഴിയിൽ വൻ തീക്കുണ്ടത്തിൽ വീണ് പതിക്കുന്നതിന് മുമ്പായി, അല്ലയോ അർദ്ധനാരീശ്വര, നീ ഇവരെ ഒന്ന് ഈ ദുരിതത്തിൽ നിന്ന് ഒന്ന് കരകയും. നിനക്ക് മാത്രമേ ഇതിന് കഴിയൂ, അല്ലാതെ മറ്റാർക്കും ഇതിന് കഴിയുകയില്ല. ജനം വിശപ്പും ദാഹവും കൊണ്ട് പൊറുതിമുട്ടി അവർ ഈ കൊടിയ വേനലിൽ ഈ വൻ തീക്കുണ്ടത്തിൽ വീഴുന്നതിന് മുമ്പായി അവരെ ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റേണ്ടത് അല്ലയോ അർദ്ധനാരീശ്വര, നീയല്ലാതെ മറ്റാരാണ്? നിനക്ക് മാത്രമേ അതിന് കഴിയൂ. കാരണം പെയ്യാറാകണമേ കനാമ്പു കൃപയാ ഗംഗാ നദീധാമമേ, നീ ഗംഗാ നദീധാമമാണ്. അതായത് ഗംഗയെ നിന്റെ ശിരസിലെ ജഡക്കെട്ടിനുള്ളിൽ നീ സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ നിന്റെ ജഡക്കെട്ടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗംഗാ നദി, ആ നദിയിൽ നിന്നും ഒരിറ്റു ജലം മാത്രം നൽകിയാൽ തീരുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. ഈ ഭക്തരുടെ ഈ ജലത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം ഒരു നിമിഷം കൊണ്ട് കഴിയും. പക്ഷേ ഗംഗാ നദീധാമമായ നീ ഇവരെ, ഈ ഭക്തജനങ്ങളെ ഒന്നും കാണാതെ, അവരുടെ ആവലാതികൾ ഒന്നും കേൾക്കാതെ നീ എന്ത് ചെയ്യുന്നു? നീ കണ്ണുമടച്ച് പരമാത്മനിഷ്ഠയിലിരിക്കുകയാണ്, തപസ്സിലിരിക്കുകയാണ്. കാരണം നിനക്ക് ഒരു നിമിഷം മാത്രം മതി. കാരണം നീ ഗംഗാ നദീധാമമാണ്. നിന്റെ തലയിൽ, നിന്റെ ശിരസിൽ നീ ഗംഗയെ വഹിച്ചിരിക്കുന്നു. ആ ഗംഗയിൽ നിന്ന് ഒരിറ്റു ജലം മാത്രം മഴയായി ഭൂമിയിലേക്ക് പതിപ്പിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഈ ഭക്തജനങ്ങളുടെ പ്രശ്നങ്ങൾ. പക്ഷേ നീ ഇതൊന്നും കാണുന്നില്ല. നീ കണ്ണുമടച്ച് പരമാത്മനിഷ്ഠയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഒന്ന് കണ്ണു തുറക്കൂ, അല്ലയോ അർദ്ധനാരീശ്വര, നീ ഒന്ന് കണ്ണു തുറക്കൂ. നീ ഒന്ന് കണ്ണു തുറന്ന് ഈ ഭക്തജനങ്ങളുടെ ഈ ആവലാതികൾ, അവരുടെ ഈ ഞെരിവിൽ കൊള്ളുന്നത്, അവരുടെ ഈ നെട്ടോട്ടം നീ ഒന്ന് കാണൂ. നിനക്കല്ലേ ഇതിന്റെ ഉത്തരവാദിത്വം? നീയല്ലേ ഇത് ചെയ്യേണ്ടത്? നീ ഞങ്ങളുടെ മാതാവും പിതാവുമല്ലേ? നീയല്ലേ ഞങ്ങളുടെ രക്ഷകൻ? നിന്റെ മക്കളല്ലേ ഞങ്ങൾ? അതുകൊണ്ട് അല്ലയോ അർദ്ധനാരീശ്വര, നീ ഒന്ന് കണ്ണു തുറക്കണം. കാരണം നിനക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ. കാര്യം ലോകത്തുള്ള ജലം മുഴുക്കെ ഇരിക്കുന്നത് നിന്റെ ജഡക്കെട്ടിനുള്ളിലെ ആ ഗംഗയിലാണ്. അതിൽ നിന്നും അല്പം ജലം, ഒരല്പം ജലം മാത്രം ഭൂമിയിലേക്ക് പതിപ്പിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഞങ്ങളുടെ പ്രശ്നങ്ങൾ. പക്ഷേ നീ ഒന്നും അറിയുന്നില്ല. ഈ അവസരത്തിൽ ഈ ഭക്തജനങ്ങളെ, ഞങ്ങളെ കൈപിടിച്ച് ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റേണ്ടത് അല്ലയോ അർദ്ധനാരീശ്വര, നീ അല്ലാതെ മറ്റാരെ ഞങ്ങൾ ആശ്രയിക്കുക? നിന്നെ അല്ലാതെ. ഇതാണ് ആദ്യത്തെ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ പദ്യം ഒന്നുകൂടി വായിക്കാം. ദേവന്റെ ആ വിളി തന്നെ, അയ്യോ ഈ വെയിൽ കൊണ്ട് വെന്തുരുകി വാടിയിടുന്നു നീ എന്നിയെ, കയ്യേറിയിടുവതിൽ കാൺകീടൊരുവൻ കാരുണ്യവാനാരവോ, പയ്യാർജനമാണിയിൽ പതിവിൻ മുന്നേ പരന്നൂഴിയിൽ, പെയ്യാറാകണമേ കനാമ്പു കൃപയാ ഗംഗാ നദീധാമമേ.
എല്ലാവർക്കും ആദ്യ ശ്ലോകം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വളരെ ലഘുവായിട്ടുള്ള അധികം കട്ടി വാക്കുകളൊന്നും ഇല്ലാത്ത ഒരു ശ്ലോകമാണ്. കനാമ്പു എന്ന് പറഞ്ഞാൽ കനത്ത മഴ. അതിലൊരു കട്ടിയുള്ള വാക്ക് കനാമ്പു മാത്രം. കനാമ്പു എന്ന് പറഞ്ഞാൽ കനത്ത മഴ. ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ പദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ പദ്യം. നാടും കാടും ഒരേ കണക്കിന് നശിച്ചിടുന്നത് നക്കി നക്കിയിടും നീരുമൊഴിഞ്ഞും നാവുകൾ വരണ്ടിയിരുന്നതും നിത്യവും കേടും ഞങ്ങളും ഉള്ളുനൊന്തു തിരിയും പാടും പരീക്ഷിച്ചു നിന്നീടും നായകനെന്തു നന്മയരുളായി വാനീശ്വര. നാടും കാടും ഒരേ കണക്കിന് ഈ കൊടിയ വേനലിൽ വെന്ത് നശിച്ചിരിക്കുകയാണ്. ഒരിക്കൽ ജലം ഒരു സ്ഥലത്തും എടുക്കാൻ ഭൂമിയാകെ വെടിച്ചു കീറിയിരിക്കുന്നു. കൃഷികളെല്ലാം നശിച്ചിരിക്കുന്നു. ജനങ്ങളുടെ നാം പോലും വഴണ്ടി നക്കി നക്കിയിടും നീരുമൊഴി. ഒരു വസ്തുവിനെ ഞെക്കി പിഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ നീര് പോലും നക്കിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു വസ്തുവിനെ ഞെക്കി പിഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന നീര് പോലും, ചെറിയ നീര് പോലും നക്കിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ. അത്രത്തോളം ജലമില്ല. ഭക്തരുടെ നാവ് വരണ്ടിരിക്കുന്നു. ഭൂമിയാകെ വീണ്ട് കീറിയിരിക്കുന്നു. ഭൂമിയിൽ ഒരു പച്ചപ്പുമില്ല, എല്ലാം ഉണങ്ങി ചാമ്പലായി. ഈ ഒരു അവസ്ഥയിൽ അല്ലയോ അർദ്ധനാരീശ്വര, നീ ഇത് കാണുന്നില്ല. ഈ ജനങ്ങളാകെ വേദന കൊണ്ട് കുളഞ്ഞ് ഈ ഒരു കഷ്ടത അനുഭവിക്കുന്നത് ജലത്തിനായിട്ടുള്ള ഈ പരക്കം പാച്ചിൽ അർദ്ധനാരീശ്വര, നീ ഇത് കാണുന്നില്ലേ? അതോ നീ കണ്ടു കഴിഞ്ഞു? നീ പാപം ജനങ്ങളെ അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ പരീക്ഷിക്കുകയാണോ? നീ എന്തിനാണ് ഈ പാപം ജനങ്ങളെ പരീക്ഷിക്കുന്നത്? അവരെന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? ഇത്രയും ക്രൂരമായി പെരുമാറാൻ അവർ എന്ത് തെറ്റ് നിന്നോട് ചെയ്തു? നീ എന്തിനാണ് ഈ പാപം ജനങ്ങളെ ഇങ്ങനെ ഈ കൊടും വേനലിൽ ഇങ്ങനെ പരീക്ഷിക്കുന്നു? അവരെ പരീക്ഷിക്കേണ്ടത് നിനക്ക് യോജിച്ചതാണ്. നീ ഇതിൽ നിന്നും എന്ത് ആത്മസംതൃപ്തിയാണ് നേടുന്നത്? നിനക്ക് ഈ പാപം നിന്റെ മക്കളായ ജനത്തെ ഇങ്ങനെ പരീക്ഷിച്ചത് കൊണ്ട് നിനക്ക് എന്ത് നേട്ടമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? അല്ലയോ അർദ്ധനാരീശ്വര, നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ ഈ ജനങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നീയാണെങ്കിലോ നായകനെന്ത് നന്മയരുളായി. നീ ലോകനായകനാണ്, ലോകത്തെ നിയന്ത്രിക്കുന്നവനാണ്, ജനങ്ങളെ ആകെ നിയന്ത്രിക്കുന്നവനാണ് നീ. നീയാണ് ജനങ്ങൾക്ക് നന്മയും തിന്മയും നൽകുന്നത്. അപ്പൊ നീ ലോകത്തെ നിയന്ത്രിക്കുന്നു, ലോകനായകനാണ്. നീയാണ് നന്മയും തിന്മയും ജനങ്ങൾക്ക് നൽകുന്നത്. എന്നിട്ട് നീ ഇപ്പോൾ ചെയ്യുന്നത് എന്താ?
ജനങ്ങൾക്ക് തിന്മ മാത്രമാണ് നൽകുന്നത്, നന്മ കൊടുക്കുന്നില്ല. ഈ തിന്മ കൊടുത്ത് ഈ ജനങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ട് നിനക്ക് എന്ത് നേടാനാണ് അർത്ഥനാരീശ്വര? നീ എന്തിങ്ങനെ ക്രൂരമായി ഈ ആളുകളെ ഇങ്ങനെ പരീക്ഷിക്കുന്നു? അവർ നിന്റെ മക്കളല്ലേ? നീ എന്റെ മാതാവും പിതാവും. നിന്റെ മക്കളോട് നീ ഇങ്ങനെ പെരുമാറാമോ അർത്ഥനാരീശ്വര? അതുകൊണ്ട് ഭഗവാനെ, നീ ഇവരെ ഈ അത്യാപത്തിൽ നിന്ന് രക്ഷിച്ചാൽ, ഇവിടെ കൊടിയ വേനൽ, ഒരു വസ്തുവിനെ പിഴിഞ്ഞെടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന നീര് പോലും നക്കിയെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ജനം പോയിരിക്കുന്നു. എന്നിട്ടും നീ ഇതൊന്നും കാണാതെ, ഇതൊന്നും കേൾക്കാതെ പരമാത്മനിഷ്ഠയിൽ അങ്ങനെ ഇരിക്കുകയാണ്. പരമാത്മനിഷ്ഠയിൽ കണ്ണുമടച്ച് നീ തപസ് ചെയ്യുകയാണ്. അല്ലയോ അർത്ഥനാരീശ്വര, നീ കണ്ണൊന്ന് തുറക്കും, സത്യം മനസ്സിലാക്കും. ഈ പാവം കഷ്ടത അനുഭവിക്കുന്ന ഭക്തജനങ്ങളെ, നിന്റെ മക്കളെ നീ ഇതിൽ നിന്ന് ഒന്ന് രക്ഷിക്കും. നീ അല്ലാതെ മറ്റാരുമില്ല അവരെ രക്ഷിക്കാൻ. കാരണം നിന്റെ ഉത്തരവാദിത്വമാണ്. കാരണം നീയാണ് മാതാവും പിതാവും എല്ലാം. അതുകൊണ്ട് അർത്ഥനാരീശ്വര, ഈ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ ഈ അവസരത്തിൽ നീ കണ്ണൊന്ന് തുറന്ന് കാണും, സത്യം മനസ്സിലാക്കി ഇവരെ പരീക്ഷിക്കാതെ അവർക്ക് സംരക്ഷണം, അവർക്ക് ഒത്തിരി ജലം, അതാണ് നീ നൽകേണ്ടത്. അവരുടെ ആവശ്യവും അതാണ്. ഈ പ്രശ്നങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീരുന്നതാണ്. കാരണം നീ ഗംഗാനദീധാമമാണ്. ഗംഗയെ ശിരസിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നവനാണ്. നിനക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല ഇത്രയും ജലം ശിരസിൽ നീ വഹിച്ചിട്ട് അതിൽ നിന്നും ഒത്തിരി ജലം ഈ പാവപ്പെട്ട മനുഷ്യർക്ക്, നിന്റെ ഭക്തജനങ്ങൾക്ക്, നിന്റെ മക്കൾക്ക് കൊടുക്കാൻ നിനക്ക് എന്തേ ഇത്ര മടി? അല്ലയോ അർത്ഥനാരീശ്വര, ഇത്രയും ക്രൂരത പാടില്ല. നീ ഇങ്ങനെ ഞങ്ങളെ പരീക്ഷിക്കരുത്. ഞങ്ങളെ പരീക്ഷിക്കാതെ നീ ഞങ്ങളെ ജലം തന്ന് സഹായിക്കൂ, ഞങ്ങളെ ഈ കൊടിയ വേനലിൽ നിന്ന് സംരക്ഷിക്കൂ എന്നാണ് രണ്ടാമത്തെ പദ്ധതി. ഊട്ടിത്തീറ്റി വളർത്തു മുമ്പ് തടിനീനാണറിവിപ്പോഴും കൂട്ടത്തോടൊരു കൂറുമില്ല കഥ എന്തയ്യോ കുഴപ്പത്തിലായി. നാട്ടിൽ കണ്ടത ശേഷവും വില നശിച്ചിടുന്നതും കണ്ടു നീ. മൂട്ടിൽ തന്നെ ഇരുന്നിടുന്ന മുറയോ മൂളർത്തനാരീശ്വര. രസകരമായിരുന്നു. ഗുരുദേവൻ മഹാകവിയാണ്. ഇത്രയും രസകരമായിട്ടുള്ള വരികൾ അപൂർവമാണ്, ഞാൻ കണ്ടിട്ടേ. ഊട്ടിത്തീറ്റി വളർത്തും ഉമ്പർ തടിഞ്ഞി ഉമ്പർ. എന്താണ് ഉമ്പർ? ദേവൻ. തടിഞ്ഞി നദി. ഊട്ടിത്തീറ്റി വളർത്തും. ഈ ആളുകളെയെല്ലാം തീറ്റി പോറ്റുന്നത് അല്ലയോ അർത്ഥനാരീശ്വര, നീ അല്ലാതെ മറ്റാരാണ് ഞങ്ങളെ തീറ്റി പോറ്റുന്നത്? ഞങ്ങൾ വളർത്തുന്നത് നീയാണ്. നീയാണെങ്കിലോ ഉമ്പതടിനി ദേവലോക നദിയായ ഗംഗയെ ശിരസിൽ വഹിക്കുന്നവനാണ്. ദേവലോക നദിയായിട്ടുള്ള ഗംഗയെ ശിരസിൽ വഹിക്കുന്ന നീയാണ് ഞങ്ങളെ തീറ്റിപ്പൊട്ടി വളർത്തുന്നത്. എന്നിട്ടും നിനക്ക് നീ എന്ത് ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്? നിനക്ക് ഞങ്ങളോട് ഒരു പൂർവ്വമില്ല, ഒരു സ്നേഹവും. ദേവലോക നദിയായ ഗംഗയെയും ശിരസിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന നീ, ഈ പാവം നിന്റെ മക്കളോട് ഒരു കാരുണ്യവും നിനക്ക് കാണിക്കാനില്ല. ഇത്രയും ക്രൂരമായിട്ട്, ഒരു കൂറുമില്ലാതെ, ഒരു സ്നേഹവും ഇല്ലാതെ
എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? നീ ഇങ്ങനെ കണ്ണുമടച്ച് പരമാത്മനിഷ്ഠയിൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. ഇതൊന്നും കാണാതെ, ഇതൊന്നും കേൾക്കാതെ നീ ഒരു വൃക്ഷ ചുവട്ടിൽ അങ്ങനെ കണ്ണുമടച്ചിരിക്കുകയാണ്. അല്ലയോ അർത്ഥനാരീശ്വര, നീ ഒന്ന് കണ്ണു തുറന്നു. നീ കണ്ണു തുറന്ന് ഈ പാവപ്പെട്ട ഈ ഭക്തജനങ്ങളെ, കഷ്ടത അനുഭവിക്കുന്ന ഭക്തജനങ്ങളെ, ഈ ഞെരിവിരി കൊള്ളുന്ന ഭക്തജനങ്ങളെ, നെട്ടോട്ടം കൊള്ളുന്ന ഭക്തജനങ്ങളെ നീ ഒന്ന് കാണും. എന്റെ ഇത്ര വൈമനസ്യം കണ്ണുറക്കാൻ? ഈ വൃക്ഷച്ചുവട്ടിൽ പരമാത്മനിഷ്ഠയിൽ ഇങ്ങനെ നീ കണ്ണുമടച്ച് ഇരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാമോ? അതായത് നിന്റെ ജടയ്ക്കുള്ളിൽ നീ വഹിക്കുന്ന ആ ഗംഗാജലം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ഉറഞ്ഞു പോകും. നീ ഇങ്ങനെ ഒന്നും ചെയ്യാതെ, നീ ഇങ്ങനെ ഒന്നും കാണാതെ വളരെ നിസ്സംഗനായി, നിസ്സംഗഭാവത്തോടുകൂടി ഇങ്ങനെ വൃക്ഷച്ചുവട്ടിൽ ഇരുന്ന് തപസ് ചെയ്താൽ നിന്റെ മുടിക്കെട്ടിനുള്ളിൽ നീ വഹിക്കുന്ന ആ ഗംഗാനദി ഉണ്ടല്ലോ, ആ ഗംഗാനദി ഉറഞ്ഞു പോകും. അങ്ങനെ ആ ഗംഗാനദി ഉറഞ്ഞു പോയാൽ വലിയ ആപത്തല്ലേ? അർദ്ധനാരീശ്വര, നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ എവിടുന്നാണ് ജലം? അതുകൊണ്ട് അല്ലയോ അർദ്ധനാരീശ്വര, നീ കണ്ണൊന്ന് തുറന്നു. ഈ ഭക്തജനങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ ഒന്നിനും ഒരു മറുപടി പോലും പറയുന്നില്ല. നീ കണ്ണുമടച്ച് പരമാത്മനിഷ്ഠയിൽ ഇരിക്കുകയാണ്. നീ ഈ ഭക്തജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവൊന്നും നൽകണ്ട. പക്ഷേ ഒരു മൂളലെങ്കിലും ഒന്ന് മൂളാമൽ. നീ ഈ ഭക്തജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവൊന്നും പറയണ്ട. പക്ഷേ നിന്റെ കേട്ടതായ ഒരു മൂളൽ, ഒന്ന് മൂളും എന്റെ അർദ്ധനാരീശ്വര. നിന്റെ ഒരു മൂളൽ, അത് കേൾക്കുമ്പോൾ ഈ ഭക്തജനങ്ങൾക്ക് ഒരു ആത്മസംതൃപ്തി, അവർക്ക് ജലം ലഭിച്ചതായ ഒരു തോന്നൽ. അതുകൊണ്ട് നീ ഈ ഭക്തജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരവൊന്നും നൽകേണ്ട. പക്ഷേ നീ കേട്ടതായിട്ട്, ഈ ഭക്തജനങ്ങളുടെ ആവലാതികൾ ഇത് കേട്ടതായിട്ട് ഒരു മൂളലെങ്കിലും മൂളു അർദ്ധനാരീശ്വര. ഇതാണ് ഈ മൂന്നാമത്തെ ശ്ലോകം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. കൂട്ടിത്തീറ്റി വളർത്തു മുമ്പതടിനാഥനും ഇപ്പോഴും കൂട്ടത്തോടൊരു കൂടുമില്ല കഥയും കയ്യോ കുഴപ്പത്തിലായി നാട്ടിൽ കണ്ടത ശേഷവും ഗത നശിച്ചിടുന്നതും കണ്ടു നീ മൂട്ടിൽ തന്നെ ഇരുന്നിടുന്ന മുറയോ മൂളർത്ഥനാരീശ്വര. അങ്ങനെ ഈ ജനങ്ങൾക്ക് ഉത്തരവൊന്നും നീ കൊടുക്കണ്ട. പക്ഷെ ഒരു മൂളൻ, നിന്റെ ഒരു മൂളനാണ് പ്രതീക്ഷിക്കുന്നത്. നീ ഇങ്ങനെ നിസ്സംഗനായിട്ട് ഈ വൃക്ഷച്ചുവട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ഈ ഗംഗാനദി ചിലപ്പോൾ ഉറഞ്ഞു പോകും, എങ്കിൽ ആകെ കഷ്ടത്തിലാകും. അതുകൊണ്ട് ഇതൊക്കെ നിനക്കറിയാം. എന്നിട്ടും നീ ഒന്നും അറിയാതെ, ഒന്നും കാണാതെ, വളരെ നിസ്സംഗനായി അങ്ങനെ പരമാത്മനിഷ്ഠയിൽ ആ വൃക്ഷച്ചുവട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് മൂന്നാമത്തെ നമ്മുടെ ഗുരുദേവന്റെ ആ പദ്യം. ഗുരുദേവന്റെ പദ്യം പോകുന്ന രീതി ഒന്ന് ആലോചിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളിക്കൂട്ടുകാരനോട് കാര്യങ്ങൾ പറയുന്നു, ദൈവത്തോട് ഒരു മിത്രത്തോട് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയുള്ള വാക്കുകളാണ് പ്രയോഗിക്കുന്നത്. എത്ര ലാഘവത്തോടു കൂടി, എത്ര വളരെ ഇതായത് ഭക്തിയുമാണ്.
പരിഭവവും എല്ലാം. ഭക്തിയുണ്ട്, പരിഭവമുണ്ട്, നാമമുണ്ട്. അത്ര വളരെ സുന്ദരമായ രീതിയിലാണ് ഗുരുദേവൻ ഓരോ പദ്യങ്ങളും ഈ അർദ്ധനാരീശ്വര സ്തവം എന്ന് പറയുന്ന കൃതി പ്രയോഗിച്ചിരിക്കുന്നു. ഇനി 4ാമത്തെ പദ്യം നോക്കാം. ദാരിദ്ര്യം കടുതായി ദഹിച്ചു തൃണവും ദാരുക്കളും ദൈവമേ നീരില്ലാതെ നിറഞ്ഞു സങ്കടമഹോ നീയൊന്നും ഓർത്തിയില്ലയോ. ആരുടെ ഇത്ര കൃപാമൃതം ചൊരിയുവാനെന്നോർത്തിരുന്നോനിവി ക്രൂരത്തീയിടുവാൻ തുനിഞ്ഞതടവോ പൂർണ്ണനാരീശ്വര. എത്ര രസകരമായ വരികൾ! ഇതൊക്കെ തെറ്റാതെ വിട്ടുപോകാതെ വായിക്കും. ഒരിക്കലും തെറ്റി വായിക്കരുത്. ആ തെറ്റി വായിച്ചു കഴിഞ്ഞാൽ അത് അപകടമാണ്. അതുകൊണ്ട് അത് തെറ്റി വായിക്കാതെ നമ്മളത് ശരിയായിട്ട് അത് നോക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമാണ് ഒരു പുസ്തകം. ദാരിദ്ര്യം കടുതായി ദഹിച്ചു തൃണവും ദാരിദ്ര്യം ദൈവമേ. നാട്ടിലാകെ ദാരിദ്ര്യമാണ്, കടുത്ത ദാരിദ്ര്യമാണ്, കഠിനമായ പഠനം. കാരണം കൃഷിയൊന്നുമില്ല. കൃഷിഭൂമിയെല്ലാം വീണ്ടും കീറി കിടക്കുക. നാവിന് തന്നെ ജലമില്ല, പിന്നെയല്ലോ കൃഷിക്ക് ജലം. ദഹിച്ചു തൃണവും മുള്ളും വൃക്ഷങ്ങളുമെല്ലാം കൊടിയ വേനലിൽ ദഹിച്ച് ചാമ്പലായി ഉണങ്ങി കഴിഞ്ഞിരിക്കും. ഒരു പുല്ല് പോലും കിളിർത്തിട്ടില്ല. വൃക്ഷങ്ങളെല്ലാം കരിഞ്ഞ് ഉണങ്ങി അങ്ങനെ നിൽക്കുകയാണ്. നീരില്ലാതെ നിറഞ്ഞ് സങ്കടമഹോ ഒരു സ്ഥലത്തും ഒരിറ്റു നീര് പോലും ജലം പോലും എടുക്കാനില്ലാത്ത ഒരവസ്ഥ. അല്ലയോ അർദ്ധനാരീശ്വര, നീ ഇത് കാണുന്നില്ല? നീ വൃക്ഷങ്ങളും പുല്ലുകളും എല്ലാം ഉണങ്ങി വരണ്ട് ഇങ്ങനെ ശ്മശാന ഭൂമി പോലെ കിടക്കുന്നത് കാണുന്നില്ലേ? അല്ലയോ ഭഗവാനെ, നീ അല്ലാതെ മറ്റാരാണിതൊക്കെ കാണാൻ? നീയാണിതെല്ലാം കാണേണ്ടത്. ഈ ഭക്തജനങ്ങൾ നിന്നിൽ നിന്നും നിന്റെ കൃപ അമൃതമാണ് പ്രതീക്ഷിക്കുന്നത്. നിന്റെ കൃപയാകുന്ന അമൃതം, നിന്റെ കൃപയാകുന്ന ജലം. അമൃതം ജലം, കൃപാമൃതം, ജലമാകുന്ന ആ അമൃതം, ആ കൃപ നിന്റെ കൃപയാണ്. ജലമാകുന്ന കൃപ, അതാണ് ഈ ഭക്തജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ഭക്തജനങ്ങൾക്ക് നിന്റെ കൃപാമൃതം, നിന്റെ കൃപയാകുന്ന ആ ജലം നൽകിയാൽ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1936 ഡിസംബർ 6-ാം തീയതി ശ്രീ സി.വി. കുഞ്ഞിരാമൻ ഈ കൃതിക്ക് കൃപാമൃതം എന്ന പേര് കൊടുത്തത്. നിന്റെ കൃപയാകുന്ന ജലം, അതാണ് ഈ ഭക്തജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടുന്നത് ജലമാണ്. അതുകൊണ്ട് നീ അവർക്ക് നിന്റെ കൃപാമൃതം നൽകിയാൽ ക്രൂരത്തീരുവാൻ തുനിഞ്ഞതാകൂ. പക്ഷേ നീ എന്താണ് ചെയ്യുന്നത്? നീ അവർക്ക് ഈ കൃപയുടെ അമൃതം കൊടുക്കാതെ അവരെ കൊടിയ വേനലിലേക്ക് തള്ളിവിടുകയാണ്. ഇത്ര ക്രൂരനാണോ നീ? നീ ഇത്രയും ക്രൂരതയോടുകൂടി നിന്റെ മക്കളോട് എങ്ങനെ പ്രവർത്തിക്കുന്നു? എങ്ങനെ നീ അവരെ കാണുന്നു? ഇങ്ങനെ എന്താണ് നീ പ്രവർത്തിക്കാൻ കാരണം? നിന്റെ മക്കളല്ലേ, നീയല്ലേ പിതാവും മാതാവും, നീയല്ലേ അർദ്ധനാരീശ്വരൻ. പിതാവും മാതാവും എല്ലാം നീ തന്നെയാണല്ലോ. എന്നിട്ടും നീ എന്റെ ഇത്ര ക്രൂരമായി ഇങ്ങനെ പെരുമാറാം? നിന്റെ കൃപയല്ലേ, നിന്റെ
കൃപയാകുന്ന ജലമല്ലേ ഈ ഭക്തജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്നിട്ട് നീ എന്തേ അവർക്ക് ഈ കൃപ കൊടുക്കാത്തത്? നീ ഇത്രയും ക്രൂരതയോടുകൂടി എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇങ്ങനെ ക്രൂരത കാണിച്ചാൽ ഇത് ശരിയാണോ അർത്ഥനാരീശ്വര? ഒരു കൂറുമില്ലാതെ ഇങ്ങനെ 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 ഇത് കാണിച്ചാൽ, ഈ ക്രൂരത കാണിച്ചാൽ, ഒരു കൂറുമില്ലാതെ ഒരു സ്നേഹവും ഇല്ലാതെ ഇങ്ങനെ കാണിച്ചാൽ, അല്ലയോ അർത്ഥനാരീശ്വര, ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്? ഒരു കൂറുമില്ലാതെയാണ്, ഒരു സ്നേഹവും ഇല്ലാതെയാണ് നീ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരമായ പ്രവൃത്തി നീ ഒരു കൂറുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെയാണ് ഒരു കൂറുമില്ലാതെ, ഒരു സ്നേഹവും ഇല്ലാതെ, ഒരു തരത്തിലുള്ള സ്നേഹവും നിന്നിൽ ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം നീ അത്ര ക്രൂരമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ കൃപാമൃതം, നിന്റെ കൃപയാകുന്ന ജലം നീ ഈ ഭക്തജനങ്ങൾക്ക് ഒന്ന് കൊടുത്താൽ അവർ അതാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും ക്രൂരത പാടില്ല അർത്ഥനാരീശ്വര. ഇത് ശരിയാണോ അർത്ഥനാരീശ്വര? ഇതൊട്ടും ശരിയല്ലല്ലോ ഭഗവാനെ. ഭഗവാനെ നീ തന്നെ വിചാരിക്കുന്നു, അല്ലയോ പരമശിവൻ, അല്ലയോ അർത്ഥനാരീശ്വര, നീ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ഇതിനെക്കുറിച്ച് ഉള്ള ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതും നീ അല്ലാതെ മറ്റാരുമല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ക്രൂരമായ തീയിട്ട് വേനൽ കൊണ്ട് ഈ മക്കളെ നീ നശിപ്പിക്കരുതേ അർത്ഥനാരീശ്വര. ഇതാണ് നമ്മുടെ 4-ാമത്തെ ശ്ലോകം. ഭൂമിയെല്ലാം കൃഷിയൊന്നുമില്ലാതെ വിണ്ടകീറി കിടക്കുക, കടുത്ത ദാരിദ്ര്യം. അപ്പോ ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി അവർ അർത്ഥനാരീശ്വരനോട് യാചിക്കുന്ന ആ രീതി, അത് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എത്ര സരസമായിട്ടാണ്, എത്ര മനോഹരമായിട്ടാണ് ഗുരുദേവൻ ഇത് പറഞ്ഞിരിക്കുന്നത്. ആ പദ്യം ഒന്നുകൂടി വായിച്ചിട്ട് നമുക്ക് അടുത്ത പദ്യത്തിലേക്ക് പോകാം, അവസാന പദ്യത്തിലേക്ക് പോകാം. ദാരിദ്ര്യം കടുതായി ദഹിച്ചു തൃണവും ദാരുക്കളും ദൈവമേ, നീരില്ലാതെ നിറഞ്ഞു സങ്കടമഹോ നീയൊന്നും ഓർത്തിയില്ലയോ, ആരുള്ളിത്ര കൃപാമൃതം ചൊരിയുവാനെന്നോർത്തിരുന്നോരിലി, ക്രൂരത്തീരുവാൻ ചുരിഞ്ഞ നഗരമോ ഊറർത്തനാരീശ്വര. അപ്പോ 4 ശ്ലോകങ്ങൾ വളരെ ദയനീയമായി അർത്ഥനാരീശ്വരന്റെ കൂടെ ജലത്തിനായി ഈ ഭക്തജനങ്ങൾ കേഴുന്ന കാഴ്ച നമ്മൾ കണ്ടുകഴിഞ്ഞു. കാരണം ലോകത്തെ നിയന്ത്രിക്കുന്ന, ലോകത്തിന് നന്മയും തിന്മയും അരുളുന്ന അർത്ഥനാരീശ്വരനല്ലാതെ മറ്റാരും ഈ ജനങ്ങളെ, ഈ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനില്ല. അർത്ഥനാരീശ്വരനല്ലാതെ ഈ ദുരിതത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ കഴിയുകയില്ല. അത് വളരെ സരസമായിട്ട് ഗുരുദേവൻ ജനങ്ങൾക്ക് വേണ്ടി ഗുരുദേവനിലൂടെ ഇത് അവതരിപ്പിച്ചിരിക്കുക. ഈ മഴ ഗുരുദേവനല്ല, ഈ മഴ വേണ്ടത് പാവപ്പെട്ട ജനങ്ങൾക്കാണ്. അപ്പോൾ ഗുരുദേവൻ ജനങ്ങളുടെ വികാരം അർത്ഥനാരീശ്വരനെ ഒരു മെസ്സഞ്ചർ എന്നുള്ള രീതിയിൽ അങ്ങ് അവതരിപ്പിക്കുക. അത്ര തന്മയത്തോടുകൂടിയാണ് ഗുരുദേവൻ കാര്യങ്ങൾ പറയുന്നത്. അവിടെയാണ് നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലെവലിലുള്ള ആൾക്കാർ മാത്രമേ ധർമ്മം പറയാറുള്ളൂ. ഇവിടെ ഗുരുദേവൻ ധർമ്മം പറയുന്നത് ദൈവവുമായിട്ടാണ്. എന്ന് വെച്ചാൽ ഗുരുദേവനും ദൈവവും ഒന്ന് തന്നെയാണ്. അർത്ഥനാരീശ്വരനും ഗുരുദേവനും ഒന്ന് തന്നെയാണ്.
ഒന്ന് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കണം. വേറൊന്നില്ല. വേറൊന്ന് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ശണ്ടയും അടിപിടിയും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ എപ്പോഴും ധരിക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒന്ന് മാത്രമുണ്ട് എന്ന് ഓർക്കുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഭയം ഉണ്ടാകുകയില്ല. ഈ ഭയം വരുന്നത് എപ്പോഴാണ്? രണ്ട് ഉണ്ടെന്നുള്ള തോന്നലാണ്. റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിഴൽ കണ്ടാത്ത തോന്നും, അയ്യോ എന്റെ കൂടെ ആരോ ഉണ്ട്. ഭയങ്കര ഭയമാണ്. നാം മാത്രമേ ഉള്ളൂ. നമ്മുടെ സൂക്ഷ്മ ശരീരം അത് മാത്രമാണ്. തത് പുറത്ത്, തും അകത്ത്. അകത്തുള്ളതും പുറത്തുള്ളതും ഒന്ന് തന്നെയാണ്. അതാണ് തത്വമസി. ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ. രണ്ടില്ല, ഞാനും നീയും ഒന്നാണ്. അതാണ് അഹം ബ്രഹ്മാസ്മി. അറബിയിൽ പറയും കുല്ലും വാഹിദ്. വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. കുല്ലും എന്ന് പറഞ്ഞാൽ എല്ലാം. കുല്ലും വാഹിദ്, എല്ലാം ഒന്ന് തന്നെയാണ്. അവിടെ മറ്റൊന്നില്ല, ഒരു ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനെ അരക്കി തുറപ്പിക്കുന്നു 5 ശ്ലോകങ്ങളിലൂടെ ഗുരുദേവൻ. ഇനി അടുത്ത അവസാനത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. ഇതൊരു കൺക്ലൂഷൻ. വീണ്ടും ഒരുപാട് പരാതികൾ പറഞ്ഞുകൊണ്ടാണ്. മുപ്പാരൊക്കെ ഇതാ മുടിഞ്ഞ മുടിയിൽ ചൊൽപ്പങ്ങും അപ്പും ധരിച്ചപ്പോഴും പരമാത്മനിഷ്ഠയിൽ ഇരുത്തിയിടുന്നു നീ എന്താഹോ. ഇപ്പാരാരി ആർവി പരീക്ഷയിൽ ആരോട് രക്ഷിക്കുന്നു നിൻ തൃപ്പാദത്തണലഞ്ഞിയേ തുണ നമുക്കാരീശ്വര. മുപ്പാരൊക്കെ ഇതാ മുടിഞ്ഞു മുടി. 3 ലോകങ്ങളും കൊടിയ വേനലിൽ വെന്ത് വെണ്ണീറായിരിക്കുകയാണ്. നീയാണെങ്കിലോ അർദ്ധനാരീശ്വര, അപ്പും ധരിച്ച ജലവും, അപ്പം ജലവും ധരിച്ച ഗംഗാനദിയെയും ശിരസിൽ വെച്ച് ഇങ്ങനെ പരമാത്മനിഷ്ഠയിൽ കണ്ട് മടച്ച് തപസ് ചെയ്യുകയാണ്. ഈ 3 ലോകങ്ങളും നശിക്കുന്നത് നീ കാണുന്നില്ലേ അർദ്ധനാരീശ്വര? നീ ഭക്തജനങ്ങളുടെ ആമ്പരാദികൾ കേൾക്കുന്നില്ലയോ അർദ്ധനാരീശ്വര? നേരത്തെ തന്നെ പറഞ്ഞു നമ്മൾ, ഇവിടെ പരാതികളൊന്നും കേൾക്കേണ്ട നീ, പക്ഷേ ഒരു മൂളലെങ്കിലും ഒന്ന് മൂളിക്കൂടെ എന്റെ അർദ്ധനാരീശ്വര? അതുപോലും ചെയ്യാതെ നീ ഇങ്ങനെ പരമാത്മനിഷ്ഠയിൽ കണ്ണുമടച്ച് വൃക്ഷച്ചുവട്ടിലിരുന്ന് ഇങ്ങനെ ധ്യാനിക്കുകയാണ്. കണ്ണൊന്ന് തുറന്നു അർദ്ധനാരീശ്വര, നീ ഒന്ന് തുറന്നു. നീ പാവം ഈ ഭക്തരെ ഒന്ന് കാണും. ഇപ്പാരാരിൽ, ഈ പാരിൽ, ഈ ലോകത്തിൽ ആരോടാണ് ഞങ്ങൾ ഈ പരാതികൾ പറയേണ്ടത്? നിന്നോടല്ലാതെ. ഈ പാരിൽ, ഈ ലോകത്തിൽ പിന്നെ ആരാണ് ഞങ്ങൾക്കുള്ളത്? അത് കൂടാതെ പറയുന്നതാണ് ഈ പരീക്ഷയിന്നാലോ ഈ അഗതികൾക്ക്, പരീക്ഷ എന്ന് പറഞ്ഞാൽ അഗതികൾ, ഈ അഗതികൾക്ക്, ഈ പാവപ്പെട്ട ഭക്തർക്ക് ഒരാശ്രയം നീയല്ലാതെ മറ്റാരാണുള്ളത്? ഞങ്ങൾക്ക് ഉരയ്ക്കാൻ പറയാൻ നിന്നോടല്ലാതെ മറ്റാരോടാണ് കഴിയുന്നത്? ഈ പരാതികളെല്ലാം നിന്നോടല്ലേ പറയേണ്ടത്? മറ്റാരോടെങ്കിലുമാണോ പറയേണ്ടത്? അല്ലല്ലോ. അപ്പോ ഈ അഗതികളെ സഹായിക്കേണ്ടത് അല്ലയോ അർദ്ധനാരീശ്വര നീയല്ലേ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, ഈ തപസ്സിൽ ഉണരൂ, കണ്ണൊന്ന് തുറക്കൂ, ഈ ജനങ്ങളെ സഹായിക്കൂ. ഒരു
ഞൊടി ഇടയിൽ കഴിയുന്നത് മാത്രമാണ് നിനക്ക് ഈ സംഭവങ്ങളെല്ലാം തീർക്കാൻ. ഒറ്റ നിമിഷം മാത്രമാണ് നിന്റെ തലയിൽ നീ വഹിക്കുന്ന ഈ ഗംഗാനദികൾ, ദേവലോക നദിയായ ഗംഗയെ, അതിൽ നിന്ന് ഒരിറ്റു ജലം അത്രമാത്രം നീ മഴയായി പെയ്യിച്ചാൽ ജനങ്ങൾക്ക് ആശ്വാസമാണ്. ഈ അഗതികൾ വേറെ ആരോടാണ് ഈ ലോകത്ത് പരാതി പറയേണ്ടത്? 3 ലോകങ്ങളും നശിച്ചിരിക്കുന്നു. അല്ലയോ അർദ്ധനാരീശ്വര, കണ്ണൊന്നും തുറക്കും, ഈ കാഴ്ച ഒന്ന് കാണും. അതുകൊണ്ടാണ് തൃപ്പാദത്തണൽ എന്നിയെ തുണ നമുക്കാര അർദ്ധനാരീശ്വര, നിന്റെ പാദത്തിങ്കൽ ഈ അഗതികൾ വന്ന് സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു. ഈ അഗതികളെല്ലാം നിന്റെ പാദത്തിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ്. അവരെവിടെയാണ് പോകേണ്ടത്? അവരെ സഹായിക്കേണ്ടത് അല്ലയോ അർദ്ധനാരീശ്വര, നീയല്ലാതെ മറ്റാരാണ്? അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, നീ ഒന്ന് കണ്ണു തുറന്ന് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ പാവം അഗതികളെ ഒന്ന് സംരക്ഷിക്കുന്നു. ഇതാണ് അവസാനത്തെ ശ്ലോകം. ആ ശ്ലോകം കൂടി വേണമെങ്കിൽ നമുക്ക് വായിച്ചു. മുപ്പാരൊക്കെ ഇതാ മുടിഞ്ഞു മുടിയിൽ ചൊൽപ്പങ്ങും അപ്പും ധരിച്ചപ്പോഴും പരമാത്മനിഷ്ഠയിൽ ഇരുന്നിടുന്നു നീ എന്തഹോ. ഇപ്പാരാരിനി ആരുണി പരിഷന്നാരോടുരയ്ക്കുന്നു നീ. തൃപ്പാദത്തണൽ എന്നിയേ തുണ നമുക്കാരത്തുമാരീശ്വര. ഗുരുദേവന്റെ വളരെ വിശിഷ്ടമായ ഈ അർദ്ധനാരീശ്വര സ്തവം ഗുരുദേവൻ ചൊല്ലി മണിക്കൂറുകൾക്കകം അരിയുപ്പുറത്ത് കൊടിയ മഴ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത്രത്തോളം ശക്തി ഈ ശ്ലോകത്തിലുണ്ട് എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. നാം ഓരോരുത്തരും വീട്ടിൽ പോയിട്ട് സന്ധ്യയ്ക്ക് ഈ ശ്ലോകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ പ്രതിഫലനം നമുക്ക് നമ്മുടെ വീട്ടിന്റെ ഐശ്വര്യവും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവരും ഗുരുദേവകൃതികളിൽ വളരെ പ്രധാനപ്പെട്ട ഈ സ്തവം, അർദ്ധനാരീശ്വര സ്തവം വായിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് 1 മാസമായി ഇവിടെ തുടങ്ങിയിട്ടുള്ള ക്ലാസിന്റെ അവസാന ഭാഗമാണ്. സാധാരണ ഞാൻ ആദ്യമാണ് വരാറ്. ഒരു പുസ്തകത്തിന്റെ രചനയിലായതുകൊണ്ട് എനിക്ക് ആദ്യം വരാൻ കഴിഞ്ഞില്ല. ആ പുസ്തകം ഏതാണ്ട് പ്രിന്റിങ്ങിന്റെ വക്കിലാണ്. എന്റെ പുസ്തകങ്ങളെല്ലാം വായിക്കണം. ഇവിടെ എന്നെ ക്ഷണിച്ച ശ്രീനാരായണ സ്റ്റഡി സെന്ററിന്റെ ഡയറക്ടർ ശിശുപാലൻ സാറിനോടും അതുപോലെ തന്നെ ശ്രീനാരായണ മെമ്മോറിയൽ ലൈബ്രറിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ എല്ലാ ഭാരവാഹികൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും ഇനി അടുത്ത 2 ക്ലാസ്സുകൾ 2 3 ക്ലാസ്സുകൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എല്ലാ ഗുരുദേവ ഭക്തർക്കും ശാന്തിയും സമാധാനവും വരുത്തട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറു പ്രഭാഷണം ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഓം ശാന്തി ശാന്തി ശാന്തി.